വെൽക്കം ബാക്ക് ടു ദ ഹെവനോ സ്റ്റോറി ടെലർ. ഫീനിക്സ് ഗേൾ ഭാഗം 34 തുടരുന്നു. മൗനി ഇടറുന്ന നെഞ്ചും കലങ്ങിയ കണ്ണുകളുമായി മിയയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തു. മിയ തുടർന്നു. പിന്നെയുള്ള ദിനങ്ങൾ അത്രയും മനോഹരമായിരുന്നു. ആരോടും പരിധിയിൽ കൂടുതൽ അടുപ്പം കാണിക്കാത്ത കേദാർ എന്തിനു വേണ്ടിയോ ഞങ്ങൾക്കരികിലേക്ക് ഒരുപാട് അടുത്തു. അങ്ങനെ ഒരിക്കൽ കോളേജിന്റെ ഗ്രൗണ്ടിൽ അതിന്റെ അടുത്തായിട്ടൊരു മരത്തിനുണ്ട്. അതിന്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് ആദ്യമായി കേദാർ അതിനെപ്പറ്റി പറയുന്നത്. നിങ്ങൾക്കറിയുമോ ഇപ്പോഴുള്ള കോളേജിലെ ഫേമസ് പ്രണയ ജോഡികൾ ആരാണെന്ന്? ആരാ? ഇരുവരും ഒരുപോലെ തന്നെ ചോദിച്ചു. നിങ്ങൾ തന്നെ. ഞങ്ങളോ? കൃഷും നീയും ഞെട്ടലോടെ മറുപടി നൽകി. എന്നിട്ടെന്താ? നീയെ ഞങ്ങളെപ്പറ്റി അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? കൃഷി ചോദിക്കുന്നത് കേട്ട് കേദാർ ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ കരുതിയത്. പിന്നെ നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ പ്രവർത്തികൾ, അതെല്ലാം ഒരു സഹോദര സ്നേഹമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അവന്റെ വാക്കുകൾ കൃഷി തമാശയായാണ് എടുത്തതെങ്കിലും മിയയ്ക്ക് ആ വാക്കുകൾ വല്ലാതെ അസ്വസ്ഥതയായി. പിന്നീടുള്ള 4 വർഷങ്ങൾ വേഗം തന്നെ കടന്നുപോയി. പല കാര്യങ്ങളിലും ഞങ്ങളുടെ സന്തോഷങ്ങൾ കണ്ടെത്തി. എങ്കിലും ഒരിക്കൽ പോലും പഠനത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും പുറകിൽ പോയിരുന്നില്ല. ഒരു ഡോക്ടർ ആകാനുള്ള ആഗ്രഹം അത്രയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ MBBS പഠനം പൂർത്തിയാക്കി. ലാസ്റ്റ് ഫെയർവെൽ ഡേ. എല്ലാവരും കോളേജ് തീരുന്നതിന്റെ വിഷമം, എക്സാമിന്റെ ടെൻഷൻ, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ എനിക്കും കൃഷിനും അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. പല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും വെയിറ്റ് ചെയ്തതുപോലെ കേദാർ തന്റെ ഗിറ്റാറായി സ്റ്റേജിൽ കയറി. അവന്റെ കണ്ണുകൾ ഞങ്ങളിൽ തന്നെയായിരുന്നു. എല്ലാവരെയും നോക്കി അവൻ പാടിത്തുടങ്ങി. ആദ്യം നമ്മെ കാണും ഞൊടിയെ കൊതിച്ചു നിന്നെ കണ്ണിൻ മണിയേ, ആരും കാണാ നേരം പിടയേ, അടുത്തു വന്നു മെയിൽ ചേരാൻ ഉള്ളം പിടയേ. അവൻ പാടുന്ന ഓരോ നിമിഷങ്ങളിൽ മിയ വല്ലാതെയായി. അവൾക്കുള്ളിൽ അവനോടുള്ള വികാരം എന്താണെന്ന് അവൾ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു. അവൾ പിന്നെയും അവന്റെ പാട്ടിൽ മുഴുകി. ഒലിയുകില്ല നീ നൽകിയ മധുര നിമികൾ, നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്നു തോന്നും ഈ ദിനങ്ങൾ. അവസാന വരികളിൽ അവൾ കുടുങ്ങിക്കിടന്നു. ഏറുന്ന നെഞ്ചിരിപ്പോടെ അവൾ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ കേദാറിനെ നോക്കി. പാട്ടുപാടിക്കഴിഞ്ഞു. എല്ലാവർക്കും അവൻ എപ്പോഴും നൽകുന്ന പുഞ്ചിരി അവസാനം അവളിൽ വന്നു നിന്നു. ആ ചിരി കാണവേ മിയക്കോടി അവന്റെ നെഞ്ചിൽ ചേരാൻ വല്ലാത്ത കൊതി തോന്നിപ്പോയി. തന്റെ മനസ്സിലേറുന്ന ചിന്തയിൽ അവൾ തളർന്നു പോയിരുന്നു. അതിന്റെ പ്രതിഫലനം എന്ന പോലെ തനിക്കരികിൽ നിൽക്കുന്ന കൃഷിയിലേക്ക് തളർച്ചയോടെ അവൾ ചാരി നിന്നു. സ്റ്റേജിൽ നിന്ന് അവൻ പുഞ്ചിരിയോടെ അത് കാണവേ അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളു പറഞ്ഞുകൊണ്ടിരുന്നു, അതെ, എനിക്ക് പ്രണയമാണ് കേദാർ, തന്നോട്. ഇതുവരെ ആരോടും തോന്നാത്ത പ്രണയം. തിരികെ കേദാർ അവർക്കരികിൽ വന്നു. എന്നത്തെയും പോലെ അവർ മൂവരും ആ കോളേജ് മുഴുവൻ നടന്നു കാണുവാൻ തുടങ്ങി. അന്ന് പിരിയാൻ നേരം 2 പേർക്കുള്ളിൽ അവരുടെ സൗഹൃദത്തിന്റെ അലകളായിരുന്നു. എന്നാൽ അവർ പോലും അറിയാതെ മറ്റൊരാളെ പ്രണയവുമായിരുന്നു. അങ്ങനെ ആ ദിവസം കഴിയുന്നു. രാത്രി കിടക്കാൻ നേരം മിയ തന്റെ ബെഡിൽ കിടന്ന് പല ആലോചനകളിലായിരുന്നു. അവസാനം അവൾ പതിയെ എഴുന്നേറ്റ് കൃഷിന്റെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. അത് പ്രതീക്ഷിച്ചത് പോലെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്നാലും ഒന്നും തന്നെ അവൻ ചോദിക്കാൻ തയ്യാറായില്ല. കുറച്ചു കഴിഞ്ഞപ്പോ മിയ പറഞ്ഞു, കൃഷ്, എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ, എന്താണൊരു മുഖവരയൊക്കെ? അത് കൃഷ്, എനിക്ക്
എനിക്ക് കേദാറിനോട്. ശരി, കേദാറിനോട് എന്താ കാര്യം പറ. മിയ പറയാനാകാതെ വല്ലാതെ വലഞ്ഞു. കൃഷ്ണനോട് ആദ്യമായി ഒരു കാര്യം പറയാൻ വയ്യാതെ വീർപ്പ് മുട്ടുന്നത് അറിഞ്ഞ അവൾ പതിയെ അവനിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം അവൾക്ക് അനുഭവപ്പെട്ടു. കുറച്ചു നിമിഷം കഴിഞ്ഞതും മനസ്സിന് വല്ലാത്തൊരു ധൈര്യം കാണുന്നു. അത് മുഖത്തൊരു നാണത്തിൽ കലർന്ന പുഞ്ചിരിയോടെ തെളിയുകയും ചെയ്തു. കൃഷ്ണന്റെ അരികിലേക്ക് പോകാനായി തിരിഞ്ഞതും തന്നെ നോക്കിക്കൊണ്ട് വാതിൽ ചാരി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടതും മിയയ്ക്ക് വല്ലാത്തൊരു ചമ്മൽ തോന്നി. അവൾ പതർച്ചയോടെ പറഞ്ഞു, ഞാൻ നിന്റെ അടുക്കിലോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്തിയേ, വരാൻ വണ്ടിയൊന്നും കിട്ടിയില്ലേ? കളിയാക്കി അവൻ ചോദിക്കുന്നത് കേട്ടതും പരിഭവത്തോടെ അവൾ പറഞ്ഞു, സോറി. കൃഷി എനിക്ക് എനിക്ക് കേദാറിന് ഇഷ്ടമാണ്. അത്രയും കാര്യം അവൾ കണ്ണടച്ചുകൊണ്ടാണ് പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞതും അനക്കമൊന്നും കാണാത്തതുകൊണ്ട് അവൾ കണ്ണു തുറന്ന് പതിയെ നോക്കി. തന്നെ നോക്കി കുസൃതി ചിരിയോടെ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടതും കുറുമ്പോടെ അവൾ ചോദിച്ചു, എന്താ? ഒന്നുമില്ല. കുറച്ചു ദിവസമായി ഞാനും ശ്രദ്ധിക്കുന്നു, മോൾക്ക് ചെറിയ ചാട്ടമൊക്കെ. എന്തായാലും നീയായിട്ട് പറയുമോ നോക്കിയിരിക്കുവായിരുന്നു. അപ്പോൾ നിനക്ക് അറിയായിരുന്നോ? നീ അത്ഭുതത്തോടെ ചോദിച്ചു. നിന്റെ കൂടെയുള്ള കൂട്ടു തുടങ്ങിയിട്ട് കുറെ ആയില്ലേ, അപ്പോൾ ഈ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ല. ഈ ഒരു വലിച്ച ചിരിയോടെ നീ അവനെ കെട്ടിപ്പിടിച്ചു. അയ്യോടാ, ചിരി കണ്ടാലും മതിയല്ലേ. എന്താ ഇവനോട് ഇത് പറയാൻ പോകുന്നത്? പറയണം, വൈകാതെ തന്നെ. അവൾ ചിരിയോടെ പറയുന്നത് കണ്ട് കൃഷ്ണ അവളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ഇതേ സമയം കേദാർ തന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ മുന്നിൽ കണ്ടതെല്ലാം വലിച്ചെറിയാൻ തുടങ്ങി. കേദാർ, നീ എന്താ ഇങ്ങനെ? ദേഷ്യം കാണിക്കല്ലേ. അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഒന്നും തന്നെ നടക്കില്ല. വിക്രമിന്റെ വാക്കുകൾ കേട്ട് കേദാർ ഒന്ന് അടങ്ങി. വിക്രം, പിന്നെ എന്ത് ചെയ്യാനാണ്? ഞാൻ ഈ നാട്ടിലേക്ക് വന്നതിന് തന്നെ ഏറ്റവും വലിയ കാര്യം എന്റെ ചേച്ചിയെ ഇല്ലാതാക്കിയവരെ കൊല്ലാനാണ്. എന്നിട്ട് കണ്ടില്ലേ, ഇതുവരെ അതിന് എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ? നീ എന്നെ ഒന്ന് വിശ്വസിക്കടാ. നീ എനിക്ക് കുറച്ച് സമയം കൊടുത്താ. വിക്രം പറയുന്നത് കേട്ട് കേദാർ കുറച്ചു സമയം ആലോചനയുടെ സൈലന്റ് ആയി നിന്നു. എന്നിട്ട് തലയാട്ടി. തുടരുന്നു.